മന്ത്രി കെ രാധാകൃഷ്ണൻ വിജയിച്ചതോടെ മന്ത്രിസഭയിലെ ഒഴിവിൽ ആരെത്തുമെന്ന ചർച്ചയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. മന്ത്രിസഭയിലെ ഏക ദളിത് മുഖമായിരുന്നു കെ രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അടുത്ത മന്ത്രിയും ദളിത് വിഭാഗത്തിൽ നിന്നാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഒരു പുതുമുഖം മന്ത്രിയായി എത്തും. കുന്നത്തുനാട്ടിലെ PV ശ്രീനിജൻ, കോങ്ങാട്ടെ ശാന്തകുമാരി, ബാലുശ്ശേരിയിലെ സച്ചിൻ ദേവ്, തിരൂരിലെ PP സുമോദ്, ദേവികുളത്തെ A രാജ, മാവേലിക്കരയിലെ MS അരുൺകുമാർ, ആറ്റിങ്ങലിലെ OS അംബിക എന്നിവരാണ് നിയമസഭയിലെ CPMൻ്റെ ദളിത് പ്രതിനിധികൾ. ഇവരിൽ ആരെ പരിഗണിക്കുമെന്നാണ് ചർച്ചകൾ നടക്കുന്നത്. PV ശ്രീനിജൻ പരിഗണിക്കപ്പെടാൻ സാധ്യത കൂടുതലാണെന്നാണ് ലഭിക്കുന്ന വിവരം. എറണാകുളത്ത് നിന്നുള്ള MLA എന്നതിനൊപ്പം 2020 അടക്കമുള്ള പാർട്ടികളുമായി കട്ടയ്ക്ക് പോരാടുന്നതും പിണറായിയോടുള്ള അടുപ്പവുമാണ് ശ്രീനിജന് സാധ്യത വർദ്ധിപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്നെത്തിയ ശ്രീനിജൻ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് 2021 മത്സരിച്ച് വിജയിച്ചത്. പാർട്ടിയിലും ശ്രീനിജന് സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. യുവാക്കളെ പരിഗണിക്കാമെന്ന നിലയിൽ ചർച്ച വന്നാൽ സച്ചിൻ ദേവും അരുൺകുമാറും പരിഗണിക്കപ്പെടാം. ഭാര്യയും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനൊപ്പം തലസ്ഥാന നഗരത്തിൽ KSRTC ബസ് തടഞ്ഞിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ കൈവിട്ടു പോയെന്ന വിലയിരുത്തൽ CPMനുണ്ട്. ഈ വിഷയം പൊതു സമൂഹത്തിലുണ്ടാക്കിയ ഇമേജ് നഷ്ടം പരിഗണിച്ചാൽ സച്ചിൻ ദേവിൻ്റെ സാധ്യത മങ്ങും. ഇതാണ് അരുൺകുമാറിന് സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ ജനകീയനെന്ന ഇമേജും അരുൺകുമാറിനുണ്ട്. വനിതയാകാമെന്ന തീരുമാനം വന്നാൽ ശാന്തകുമാരിയോ അംബികയോ പരിഗണിക്കപ്പെടാം. നിലവിൽ 3 വനിതാ മന്ത്രിമാരുള്ളതിനാൽ അതിന് സാധ്യത വളരെ കുറവാണ്. ആരാകണം എന്നതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം വൈകും. കാരണം ഇനിയുള്ള നേതൃയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരാജയമാകും CPM പ്രധാനമായും പരിശോധിക്കുന്നത്. പാലക്കാടടക്കം സംഘടനാ പ്രശ്നങ്ങളും പ്രചാരണത്തിലെ വീഴ്ചകളും ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് കരുത്ത് കാട്ടിയതിൽ ക്ഷീണം CPMനാണ്. തൃശ്ശൂരിൽ മിന്നുന്ന വിജയം നേടിയതിനൊപ്പം തിരുവനന്തപുരത്ത് കടുത്ത വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. 2019 വോട്ട് വിഹിതം 15.64%. ഇത്തവണ അത് 19.38%. ഇത് CPMൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. താഴെത്തട്ടിലുള്ള പാർട്ടി ഘടകങ്ങളിലും ചർച്ചയാകും. അതുമാത്രമല്ല, ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിലും പാർട്ടിയിലും മുന്നണിയിലും ചർച്ച വരും. അതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പണി പാളും. ഇപ്പോൾ തന്നെ ഘടകകക്ഷികൾ ഘടകം മാറുന്ന സ്ഥിതിയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും RJDയും അസംതൃപ്തരാണ് മുന്നണിയിൽ. അവരെ മുന്നണിയിൽ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം CPMനാണ്.